ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ മാസം ഒരു ഫ്രീ കിറ്റിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് 3 പേരെയാണ് നമ്മൾ നറുക്കെടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് നമ്മളെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 2 പേര് ഇതുവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവർക്കൊന്ന് വീണ്ടും മെസ്സേജ് വിട്ടിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പം ആ 2 പേര് ആരാന്നുള്ളതൊക്കെ അന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ 3 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, 2 പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നറുക്കെടുത്തിട്ട് ഒരുപാട് പേര് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയിട്ടും അവർക്ക് അത് വേണ്ടാന്ന് വെക്കുമ്പോൾ അത് ഒരുപാട് കഷ്ടമുള്ള കാര്യമാണ്. കാരണം വെറുതെ ഒരു നേരം പോക്കിന് വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് എന്നിട്ട് കമൻറ്റിൽ വിന്നറിനെ തിരഞ്ഞെടുത്താൽ അവരതിലുണ്ടാവില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കാണെങ്കിൽ കിട്ടണമില്ല. കിട്ടിയവരേട്ടോ അവർക്ക് വേണ്ട. അതുപോലെയാണ് ഇപ്പോൾ പ്രാവശ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പേര് നമ്മൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് കമൻറ്റിലോ അതല്ല വാട്സപ്പിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരിക്കൽ മെസ്സേജ് ഇട്ടിട്ടുള്ള ആളാണെങ്കിൽ നമുക്കത് വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കാൻ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇതുവരെയും അങ്ങനെ ആരും വന്നിട്ടില്ല. ഒരാളാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ. അത് വീഡിയോസ് കണ്ട് സത്യസന്ധമായിട്ട് കാണുന്ന ആളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. മറ്റത് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. അതാണ് തോന്നുന്നത്. കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ വരണം. അങ്ങനെ ഫ്രീ കിറ്റ് കിട്ടുമ്പോൾ എന്തായാലും വേണ്ടാന്ന് വെക്കൂല ഒരാളും. അപ്പോൾ അവർ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വന്നിട്ട് കാര്യമില്ല. നമ്മളത് ഇത്രയും ദിവസം നമ്മളിവിടെ കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ 2 കിറ്റ് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ 2 കിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഫ്രീ കിറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൽ നമ്മൾ ബണ്ണിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കും. അതുപോലെ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും 1 മീറ്റർ. അതുപോലെ ഗ്ലിറ്റർ ട്യൂബിന് വേണ്ടിയിട്ടുള്ള 2 കോപ്പർ ബോ ഉണ്ടാവും. പിന്നെ സിൽവറിൻ്റെയും ബ്ലാക്കും സിൽവറും 2 കോപ്പർ ബോ ഉണ്ടാവും. ഇത് ബ്ലാക്ക് ഉള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു സിൽവറും ഉണ്ടാവും. പിന്നെ 3 സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബാൻഡ് ഇതുണ്ടാവും. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു 3 പാക്ക്. പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 3 മോഡല് ബണ്ണുണ്ടാവും. അതിൻ്റെ വേറൊരു മോഡല് ഇത് 2 എണ്ണം ഉണ്ടാവും. പിന്നെ ഫോം ഫ്ലവർ 2 എണ്ണം ഉണ്ടാവും. അത് ചിലപ്പോൾ 2 ഇനിയിപ്പോൾ ഈ കളർ തന്നെ ആയിരിക്കണം എന്നുണ്ടാവില്ല. ഇതിലേതെങ്കിലും 2 കളർ ഉണ്ടാവും. പിന്നെ ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടാവും. പിന്നെ ആലിഗേറ്റർ ക്ലിപ്പ് സിൽവർ ഉണ്ടാവും, ഗോൾഡ് ഉണ്ടാവും. പിന്നെ ബീഡ്സ്, എൻഡ് ബീഡ്, പിന്നെ ടിംറ്റഡ് 2 എണ്ണം, പിന്നെ ഈ ബീഡ്സ്, പിന്നെ ഫ്ലവർ ബീഡ്സ്, പമ്പം, പിന്നെ ഈ ബീഡ്, പിന്നെ ഈ ബീഡ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.